Hello guys. Welcome to our channel. Naomi and Mira Vlogs. ഇന്നത്തെ ഒരു വീഡിയോ എന്താ ഹെയറിന്റെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. ഇന്ന ടോപ്പിക് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കുറച്ച് പേര് ചോദിച്ചു മോളുടെ പഴയ ഫോട്ടോസ് ആഡ് ചെയ്യോന്ന്. കാരണം ഈ പെട്ടെന്ന് ഒരാൾക്കൊരു മുടി പെട്ടെന്ന് ഇത്ര ആവില്ലല്ലോ, അതിനൊരു ഘട്ടമായിട്ടല്ലേ വരിക. അപ്പോൾ 4 വയസ്സിൽ ഉള്ള മുടിയിലെ ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് മുടി അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത്ര മുടി. പക്ഷെ അത്യാവശ്യം തിക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിക്കുള്ള മുടി തന്നെയായിരുന്നു. പിന്നെ നല്ല ഇങ്ങനെ ഈ മറ്റേ മാമാട്ടിക്കുട്ടിയെ പോലെ ഇതുവരെയൊക്കെ ആയിട്ടുള്ള മുടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മുട്ട 2-3 വട്ടം അടിച്ചിട്ടുള്ളത്, ചെറുപ്പത്തിൽ 2-3 വട്ടമാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുടി വളരാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഇങ്ങനെ ആയി. പിന്നെ അധികം അങ്ങോട്ട് വെട്ടാറില്ല, തുമ്പ് മാത്രം വെട്ടി കൊടുക്കാറാണ്, അല്ലാണ്ടൊന്നും ചെയ്യാറില്ല. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞങ്ങൾ വളർത്താൻ തുടങ്ങി. LKG UKG പഠിക്കുമ്പോൾ അത്ര ഇല്ലല്ലോ, എന്നാലും പകുതി കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തിരിഞ്ഞിക്ക് ഇപ്പൊ അവളുടെ മുടി ഇത്രയാണ് കേട്ടോ. തൊപ്പി മാറ്റുമെന്ന്. ഇപ്പം മുടി അവളുടെ ഇത്രയാണ്, തുമ്പ് വെട്ടാറായി. ഇനി ഞങ്ങളൊരു ഹെയർ അവളുടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, തുമ്പ് വെട്ടിക്കൊടുക്കുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് തുമ്പ് വെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ മുടി ശരിയാവില്ല. ഓരോ ടൈം ആകുമ്പോൾ മാസം തോറും മുടി വളരും. അപ്പോൾ തുമ്പ് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം മുടിയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ പറയണ്ടല്ലോ, ഹെയർ കെയർ വീഡിയോ ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല, നമ്മുടെ നാടൻ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു ഷാമ്പു ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അതെ, 1 രൂപയുടെ ക്ലിനിക് പ്ലസ് ഷാമ്പു അവിടെ യൂസ് ചെയ്യുക, അല്ലാതെ തേക്കാറില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും തലയിൽ തേക്കുക. ഒരു കണക്കിന് അതാ നല്ലത്. നമ്മുടെ മുടിയിൽ എപ്പോഴും ഇങ്ങനെ ഈ ഷാമ്പു പിന്നെ മറ്റേ ഓരോ ഹെയർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്താൽ മുടി നാശമായി പോവും. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതാ. അപ്പോൾ ഇവിടെ കറ്റാർ വാഴ ഉണ്ട്, ഈ കറ്റാർ വാഴ, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം. അന്ന് ഞങ്ങൾ കഞ്ഞിവെള്ളം ഉലുവട ഇതും ചേർന്നിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇനി ഞങ്ങൾ ഒരു ഹെയർ കെയർ ചെയ്യുന്നുണ്ട്, കറ്റാർ വാഴയും ചെമ്പരത്തിത്താളി എല്ലാം കൂടിയിട്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ നാടൻ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മുടെ മുടി കെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാണ്ട് ഇത് തേക്കണം എന്നൊന്നും ഞങ്ങൾ പറയില്ല. പിന്നെ എണ്ണ മാക്സിമം എപ്പോഴും തേച്ചില്ലെങ്കിലും ഇടയ്ക്ക് തേക്കുക. വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ തേക്കാൻ നോക്കുക. കടയിൽ നിന്ന് വാങ്ങിയാൽ മായം ചേർക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം തേക്കാൻ ശ്രമിക്കുക, അപ്പം മുടിക്ക് നല്ലതാണ്. പിന്നെ മുടിയിൽ തിരിഞ്ഞു മുടിയിൽ ഈ സ്പ്ലിറ്റൻസ് വരുന്നുണ്ടല്ലോ, അങ്ങനെ ഈ മുടി ഇങ്ങനെ പൊട്ടിയ പോലെ വരാൻ എന്താ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതിനെ ഈ ആര്യവേപ്പിൻ്റെ ഇല അല്ലേ, ആര്യവേപ്പ് തന്നെയല്ലേ പറയുക അതിന്, ആ സാധനം കേട്ടോ, അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് തേക്കുന്നത് നല്ലതാണ് കേട്ടോ മുടി. അത് ഇവളുടെ മുടിയിൽ ഞങ്ങൾ 1 വട്ടത്തെ തേച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവളുടെ മുടി കുറച്ച് ചെമ്പൻ കളറാണ്, അത് നമ്മൾ അമ്മമ്മയുടെ അങ്ങനെയാണ്. നിൻ്റെ മുടിയൊക്കെ ഇത്തിരി ചെമ്പൻ കളർ തന്നെയാണ് കേട്ടോ. ഇത് ഇവിടെ തോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. തോക്ക് പറഞ്ഞ കളിത്തോക്കാണ് ഇത്. ഇവളുടെ ഈ ഫാൻസി ഡ്രസ്സിന് LKGക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ഇതാണ്, പോലീസിൻ്റെ കണ്ടതാണ്. അതിൽ സാധനങ്ങൾ ഡ്രസ്സൊന്നുമില്ല, തൊപ്പിയും തോക്കും മിസിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, വേദു ഹായ് പറ. അയ്യോ, അപ്പോൾ പിന്നെ പറയാനുള്ളത്, കുട്ടികൾക്ക് മുടി വളർത്തണം എന്നുള്ളവർ വളർത്തിക്കോട്ടെ. ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു നെഗറ്റീവ്. എന്തിനാണ് ആ പെണ്ണിൻ്റെ മുടി ഇങ്ങനെ ആക്കുന്നത്? അപ്പോൾ ഗൈസ്, എനിക്കൊരു കോള് വന്നു കേട്ടോ. എനിക്കിന്ന് ഫുൾ കോളാണ് വരുന്നത്. തിരിഞ്ഞിക്കടാ. അപ്പോൾ എന്താണ്ടായിരുന്ന ഞാനൊരു കമൻറ്റ് പറഞ്ഞതെന്നല്ല, എന്താണ് ആ പെണ്ണിൻ്റെ മുടി എന്തിനാണ് ഇങ്ങനെ വളർത്തുന്നത്? കുറച്ച് വലുതായാൽ ബോബ് ചെയ്ത് കളയും അവളെന്ന്. അതല്ല, അവർക്ക് എന്താ അവകാശമാണ് പെണ്ണ് എന്നൊക്കെ വിളിക്കാൻ അല്ലേ? നിങ്ങൾ ഒരാൾക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇഷ്ടമുള്ള കമൻ്റ് ഇടാം, ആയിക്കോട്ടെ. വീഡിയോ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് അവർക്കൊരു മക്കളുണ്ടാവില്ലേ, അവരുടെ ചാനലിൽ പോയിട്ട് നമ്മളെന്തെങ്കിലും പറയുന്നുണ്ടോ? അമാതിരി നെഗറ്റീവിന് മാത്രം ഇരിക്കണവരാണ്. അതൊക്കെ മനസ്സിലാവാത്തത്. നമ്മളൊരു സാധാരണക്കാരാണ്, സാധാരണ യൂട്യൂബേഴ്സ് അല്ലേ?
അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസേ ഞങ്ങൾ ഇടണുള്ളൂ. ഇഷ്ടമുള്ളവർ കാണുക, സ്കിപ്പ് ചെയ്യുക. ഞങ്ങൾ കൂടുതൽ ലോങ് ഹെയറിൻ്റെ ഇടാച്ചിട്ടാണ് നിൽക്കുന്നത്. അതിലാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് വ്യൂസ് കയറുന്നത്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ മുടി വെട്ടേണ്ട സമയത്ത് നമ്മൾ വെട്ടിക്കോളും. ഇപ്പോൾ അവൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ നോക്കുന്നുണ്ട് മുടി. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുഴപ്പമുള്ളപ്പോൾ ഞാൻ പറയാട്ടോ നിങ്ങളോട്. അവൾ വെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവളെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ മുടിയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ചെറുപ്പത്തിൽ എത്ര മുടി ഉണ്ടായിരുന്നു, പിന്നെ അത് വളർന്ന് വന്ന ഘട്ടങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവൾക്ക് ഇത്ര മുടി ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ കുറയില്ല. ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കാരണം ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മളൊരു അന്യ നാട്ടിൽ ചെന്നാൽ എങ്ങനെ മുടി കെയർ ചെയ്യും എന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. വെള്ളം നല്ല വെള്ളമാണോ ഒന്നും അറിയില്ല. നമ്മുടെ കേരളത്തിലെ പോലെ കിണറ്റിലെ വെള്ളമൊന്നും ആവില്ല പല സ്ഥലത്തും. അതാണ് ഈ ഓരോ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ മുടി വെട്ടുന്നത്. കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മുടി വളർത്തണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റില്ല. കാരണം ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ ഈ ലോങ് ഹെയർ എങ്ങനെ നോക്കാനാ? ഈ ഡെയിലി കുളിക്കണം, പിന്നെ വെള്ളം നന്നാവില്ല, ആകെ മുടി പൊട്ടിപ്പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ നമ്മുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് മുടി ഇങ്ങനെ നിർത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തിത്താളി മുടിയിൽ തേക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ചെമ്പരത്തിയുടെ ഇലയും പൂവും മമ്മാരത്തിൻ്റെ ഷാമ്പൂ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ALPSൻ്റെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. ആൽപ്സിൻ്റെ എന്തൊക്കെയോ ഉണ്ട്. അത് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കഞ്ഞിവെള്ളത്തിൻ്റെ കണ്ടില്ലേ ഇറങ്ങണത്, അതാ തോണ്ടുന്നത്. വാങ്ങാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യണവരാണ് ഇപ്പോൾ. കാരണം കഞ്ഞിവെള്ളം തലേ ദിവസത്തെ മുടിയിൽ തേക്കുക, അതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ഓരോ പ്രൊഡക്ട്സുകൾ ഇപ്പോൾ സുലഭമായി ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനത്തെ ഇതൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തും നമുക്ക് അതിൽ നിന്ന് വാങ്ങാം കേട്ടോ. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുകയാണ് നല്ലത്. അതെ, വീട്ടിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മുടി ഉള്ളത് എപ്പോഴും പെൺകുട്ടികൾക്ക് അതൊരു അഴകാണ്. എത്രയായാലും നല്ല ഭംഗിയുള്ള മുടി കണ്ട രസമല്ല. ആരെങ്കിലും നോക്കില്ലേ? ആൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ വേറൊരാളെ മുടി കണ്ട കണ്ടില്ലേ, അങ്ങോട്ട് നോക്ക്, ആ കുട്ടിയുടെ മുടി നോക്ക്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മുടി നോക്ക്, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ മുടി നോക്ക് എന്ന് പറയില്ലേ നമ്മൾ? നമ്മൾ പറയില്ലേ? അതുപോലെ തന്നെ എല്ലാവരും. അപ്പോൾ ചിലർ പറയും മുടി പറുത്തിടാൻ പാടില്ല, മുടി ഇങ്ങനെ മറ്റുള്ളവർ പ്രാവും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, ഒരു ഇഷിത പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഒരു പെൺകുട്ടിയില്ലേ, ഇഷിത തന്നെ പേരുണ്ട് കേട്ടോ. ഇഷിത ഷെട്ടിയോ അങ്ങനെ എന്തൊക്കെ എന്താ അതൊരു പേരാ. അത് എൻ്റെ ഒരു മുടി കണ്ടിട്ട് നല്ല തിക്ക് ലോങ് തടിയില്ലാത്തൊരു പെൺകുട്ടി, നല്ല ഭംഗിയുള്ള മുടി, നല്ല തിക്ക് മുടി. നീ കണ്ടിട്ടുണ്ട്? ആ കുട്ടിയുടെ മുടിയൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. അതുപോലൊക്കെ ഒന്ന് ആലോചിച്ചു. ആ കുട്ടിയുടെ മുടി എപ്പോഴും പരത്തിട്ടിട്ടാണ് ഡാൻസൊക്കെ ചെയ്യുക. അതുപോലെ നമ്മളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യണം. അതന്നെ, നല്ല 2 പേർക്ക് നല്ല മുടി, അത് നല്ല അഴകുള്ള മുടി, നല്ല തിക്ക് കട്ടിയുള്ള മുടി. അവരൊക്കെ എങ്ങനെയാണാവോ മുടി സംരക്ഷിക്കുന്നത്? നമ്മളിതുപോലെ തന്നെ ആയിരിക്കും, നമ്മുടേതുപോലെ തന്നെ ആയിരിക്കും അവരും സംരക്ഷിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ എണീറ്റിക്കൂ, ഞാൻ മുടി കാടുകൂടി ഇപ്പോൾ തിരിഞ്ഞേക്കൂ. പിന്നെ മുടിയിൽ ഈ പേനും ഈരും ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി എടുത്ത് ക്ലീൻ ആക്കാൻ നോക്കി. ഇവൾക്ക് പേനും ഈരൊക്കെ നോക്കുക പറഞ്ഞാൽ കൊല്ലണേനെ തുല്യമാണ്. വെടിവെച്ച് കൊന്നാൽ പോലും അവൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവൾക്ക് മുടിയിൽ പേനും ഈരും നോക്കുക പറഞ്ഞാൽ അത് കൊല്ലണേനെ തുല്യമായിരിക്കും ഗൈസ്. അപ്പോൾ മുടി ഇപ്പോൾ വേറെടുത്തിട്ടുണ്ട് അവളുടെ. ഇനി എനിക്ക് അവളുടെ മുടി ഒന്ന് കഴുകി കൊടുക്കണം. ഇന്ന് മുടിയുടെ തുമ്പ് വെട്ടേണ്ട സമയം. എന്നാലും അമ്മമ്മ തുമ്പ് വെട്ടാന്നൊക്കെ പറഞ്ഞ് അത് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഷോർട്ടല്ല, ലോങ് വീഡിയോ ആയിട്ടിട്ട് ഇടുന്നതായിരിക്കും. മുടി ഹെയർ കട്ടിങ് വീഡിയോ. ഒരുപാട് പേര് ചോദിച്ചാൽ ഹെയർ എങ്ങനെ കട്ട് ചെയ്യുന്നത്? ഹെയർ കട്ട് ചെയ്യുക വേറെ ഒന്നുമല്ല, അമ്മമ്മയുടെ കത്രിക കൊണ്ട് അമ്മമ്മ കട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ അവളുടെ ഹെയർ കട്ട് വീഡിയോ. അമ്മമ്മയാണ് അവളുടെ കട്ടിങ് ചെയ്യുന്ന ആൾ, അല്ലാണ്ട് ഞങ്ങളാരും അല്ല. സലൂണിലൊന്നും പോയിട്ട് ഞങ്ങൾ ചെയ്യില്ല. കാരണം വെറുതെ എന്നല്ല, എനിക്ക് മുടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ ഇപ്പം എനിക്ക് തീരെ മുടിയില്ല. എൻ്റെ മുടി ആകെ കൊഴിഞ്ഞ് കാര്യങ്ങളാകെ അത്ര ആയിരിക്കണു. കാരണം എനിക്കൊരു യൂക്കട്ട് വെട്ടിയതാണ് ഒരു ബ്യൂട്ടി പാർലറിന്ന്. അവർ വെട്ടിയ ശേഷം എനിക്ക് മുടി വളർന്നിട്ടേ ഇല്ല. അങ്ങനെ വിശ്വസിക്കുന്നു ഞാൻ. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ മുടി വളരണില്ല? ഇടയ്ക്ക് നീളം വെക്കുന്നുണ്ട്, പക്ഷെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല, കൊഴിയണുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? പേനും ഈരും
നോക്കിയെടുക്കണം. അത് വെടി വെച്ച് കൊല്ലണേനെ തുല്യമാണ് ഇവൾക്ക്. പേനും ഈരി എടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ ചോദിച്ചാൽ അറിയില്ല. നിങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനത്തെ കുട്ടികൾ? പേനും ഈരും നോക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ കമൻറ്റ് ചെയ്യാതെ. പേനുണ്ടെങ്കിൽ അത് നോക്കിയെടുക്കണം. മുടി നിനക്ക് വാർത്തണമെന്നുണ്ടെങ്കിൽ അതും നോക്കിയെടുക്കണം. ഇപ്പം നോക്കി അറിയാം പേനൂരുണ്ടോയെന്ന്. നോക്കട്ടെ? ഞാൻ നോക്കി തരും. കാരണം സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ അതിനാ കുളിച്ചിട്ടില്ലല്ലേ അതുണ്ടായിരിക്കും. ഈ തൊപ്പി എന്തിനാ വെക്കണേ? അതൊക്കെ നാശാവും മുടി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഞങ്ങൾ നല്ല നല്ല ഒരു ഹെയർ കെയർ ടിപ്പായിട്ട് ആര് ചോദിക്കണ അതിൻ്റെ ലിങ്ക് നമ്മളോടൊക്കെ? നമ്മൾ വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ലല്ലോ, കുട്ടി യൂട്യൂബേഴ്സ് അല്ലേ. അതെ ലിങ്ക്. ഒരു ഡ്രസ്സ് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഞങ്ങൾ കാട്ടിത്തരാം വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോയത് ഹെയർ കെയറിൻ്റെയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓരോ ഘട്ടത്തെ മുടി വളർച്ചയുടെ ഞാൻ പറഞ്ഞു. അധികമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ വളർന്നതാണ് മുടി. അതുകൊണ്ട് ഞങ്ങൾ വളർത്തി ഇന്നത് തേച്ച് വളർന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവളുടെ മുടി തന്നെ വളർന്നതാണ് അല്ലേ? ശരിക്കും തന്നെ വളർന്ന തന്നെയല്ല എൻ്റെ മുടി. അപ്പോൾ വളർത്തി. അതെ, വളർന്നു അപ്പോൾ വളർത്തി. അപ്പോൾ ഇവളുടെ സ്കൂളിൽ ഇവൾക്ക് പേര് മുടിയുള്ള കുട്ടി എന്നാണ് കേട്ടോ. ആ നീളമുള്ള മുടിയുള്ള കുട്ടിയുടെ അല്ലേ, അങ്ങനെയല്ലേ പറയുക? ചില സമയം എനിക്ക് ഇരട്ടപ്പേരുണ്ടോ? എന്തോ പറഞ്ഞല്ലോ, അച്ചു എന്ന് ഇരട്ടപ്പേര്. അതല്ല, ഇരട്ടപ്പേര്, കളിയാക്കിയുള്ള പേര്. അവൾക്കില്ല അത്ര കേസ്. പക്ഷെ എനിക്കൊരു പേരിടണം എന്നുണ്ട് അവൾക്ക്. കരച്ചില് റാണി. തൊട്ടാ കരയണോളാട്ടോ. ഞാൻ കാട്ടിത്തരാം. കരയേ ഒന്ന് തുറച്ചു നോക്കിയാൽ കരയും. അച്ഛനൊന്ന് തുറച്ചു നോക്കിയാൽ കരയും. മാമ തുറച്ചു നോക്കിയാൽ ആരെന്ത് പറഞ്ഞാലും കരയും. ഒന്ന് തൊട്ടാ മതി അവള് കരയും. അവള് ഭയങ്കര തൊട്ടാവാടിയാ. ലോലിയല്ല, കോല് അല്ല, ലോല ഹൃദയം. അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ സ്ട്രോങ് ആവണം കുട്ടികൾ. ഇവളെ പോലെ ആവരുത്. ഇവളെപ്പോഴും ഭയങ്കര ഇതാണ്, സ്ട്രോങ് ആയിട്ടില്ല. കല്ലാക്കണം ഇവളുടെ ഹൃദയം അല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബേബി. എന്നാൽ ഈ വൈൻഡപ്പ് ചെയ്തോ? കുറച്ചു നേരം ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല, വെറുതെ അങ്ങനെ ഇട്ടിട്ടെന്താ കാര്യം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മുടിയെ കുറിച്ചുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇത് ജസ്റ്റ് ഞാൻ മുടിയുടെ ഓരോ കാര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ട് പറയണതാണ്. മുടിയുടെ മോളുടെ കുട്ടിയല്ല, എൻ്റെ കുട്ടിയുടെ പഴയ ഫോട്ടോസ് ഒന്ന് ഇതിൽ ആഡ് ചെയ്യണമെന്ന്. ഫോട്ടോസ്, മുടിയുള്ള ഫോട്ടോസ് ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.